ഹായ് എവ്രി വൺ. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തിപ്പെടണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടാകും. പക്ഷെ നമ്മുടെ മടി അത് നമ്മളെ ഒന്നിനും സമ്മതിക്കുന്നുണ്ടാകില്ല. നമുക്ക് മടി വരുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നീട്ടിവെക്കും. അത് പിന്നെ ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്കാകും. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ഈ മടി ഒഴിവാക്കാൻ ചെയ്യേണ്ടുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മടി പിടിച്ചിരിക്കാൻ മെയിനായിട്ടുള്ള കാരണം നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. നമ്മുടെ ബ്രെയിനിന് എപ്പോഴും നമ്മുടെ എനർജി സേവ് ചെയ്ത് വെക്കാനാണ് ഇഷ്ടം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ എനർജി ലോസ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ എനർജി കുറഞ്ഞ എഫേർട്ട് ഇടുന്ന കാര്യങ്ങൾ ചെയ്ത് മടി പിടിച്ച് അലസമായിട്ടിരിക്കാനാകും ബ്രെയിന് നമ്മളെ എപ്പോഴും പ്രേരിപ്പിക്കുക. നമ്മൾ എന്തൊരു കാര്യത്തിലേക്കും നമ്മൾ ഇറങ്ങിയിട്ട് ഒരു ചെറിയ സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനാണ് നമ്മൾ ഏറ്റവും എഫേർട്ട് ഇടേണ്ടത്. അതാണ് നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ഫസ്റ്റ് കാര്യം. അതുപോലെ നമ്മളിൽ ADHD, ഓട്ടിസം അങ്ങനത്തെ പോലത്തെ അസുഖങ്ങളുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലത്തെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവരിലും മടി കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഡോക്ടറുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക. അതുപോലെ നമ്മളിലെ വൈറ്റമിൻസിൻ്റെ അഭാവം മൂലവും നമുക്ക് മടി വരാം. ഇത്തരം കാര്യങ്ങളൊക്കെ ആണോ എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് തീരുമാനിക്കാം. അല്ലാതെ നമ്മളിൽ കൂടപ്പിറപ്പായിട്ടുള്ള മടി കാണുമല്ലോ. എന്ത് കാര്യവും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കും, പക്ഷെ ഒന്നും കണ്ടിന്യൂ ആയിട്ട് ചെയ്യൂല, കുറച്ച് ചെയ്തിട്ട് അത് നിർത്തി വെക്കും. ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യമാണ് ബിഹേവിയറൽ ആക്ടിവേഷൻ. ആക്ഷൻ എടുക്കുക എന്നാൽ മാത്രമേ മോട്ടിവേഷൻ കിട്ടൂ. നമ്മൾ എന്തൊരു കാര്യത്തിലും നമ്മളൊരു ചെറിയ ആക്ഷൻ ഇടുക, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുക. നമ്മളിപ്പോൾ ഈ 5 മിനിറ്റ് റോളൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ എന്ത് കാര്യം ഫസ്റ്റ് ഒരു 5 മിനിറ്റോ 1 മിനിറ്റ് റോള് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. 1 മിനിറ്റോ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മളോട് തന്നെ പറയുക, ഞാൻ ഈ കാര്യം 1 മിനിറ്റ് ഒന്ന് ചെയ്യും, അത്ര മാത്രമേ ചെയ്യുമെന്ന്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മളോട് ഇത് ചെറിയ കാര്യമല്ല, 1 മിനിറ്റ് കൊണ്ട് തീരുന്ന പ്രശ്നമുള്ളൂ, അതൊന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആകുകയും ആ കാര്യം നമ്മൾ ചെയ്ത് തുടങ്ങുകയും ചെയ്യും. അങ്ങനെ നമ്മളത് ചെയ്ത് തുടങ്ങിയാൽ അത് നമുക്ക് മുഴുവിപ്പിക്കാനോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനോ ഉള്ളൊരു കഴിവ് നമുക്ക് അവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ അതിന് വേണ്ടുന്ന എനർജിയൊക്കെ നമ്മുടെ ബ്രെയിന് തരും. നമ്മൾ മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ആക്ഷൻ എടുക്കുക. എത്ര കുറഞ്ഞ സമയമാണെങ്കിൽ പോലും ഒരു ആക്ഷൻ എടുക്കുക. എപ്പോഴും മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ കാര്യം നീട്ടി വെച്ചിട്ട് ഇങ്ങനെ പോവത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുക എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് വേണ്ടുന്ന എനർജി നമ്മുടെ ബ്രെയിന് തരികയും അതിൽ നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും. മറ്റൊരു കാര്യമാണ് ബോഡി ഡബ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ്. നമ്മൾ 2 പേര് ഒരുമിച്ചോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളായിട്ടോ ഇരുന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കിട്ടും, ഒരു എനർജി കിട്ടും. നമ്മളെപ്പോലെ മറ്റൊരാളത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ നിരന്തരം അവരിങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുക, ഞാൻ ഇവിടെ എത്തിയെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം അതേപോലത്തെ കാര്യം മറ്റൊരാൾ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്കത് ചെയ്യാനുള്ളൊരു മടി മാറിയിട്ട് അതിലേക്കൊരു എനർജിയും ഫോക്കസൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയുള്ള കാര്യങ്ങൾ നിങ്ങളെപ്പോലെ പരിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവരെ പിടിച്ചിട്ട് ഒരു ഗ്രൂപ്പാക്കുക, അല്ലെങ്കിൽ 2 പേരായിട്ട് ഇരുന്നിട്ട് ചെയ്യുക. എന്നിട്ട് അതിലുള്ള പ്രോഗ്രസ് പരസ്പരം ചർച്ച ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും. അടുത്തൊരു കാര്യമാണ് ഒപ്റ്റിമൈസ് യുവർ എൻവയോൺമെൻറ്റ്. വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ചെയ്യേണ്ടുന്ന ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഉണ്ടായിരിക്കുക. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന പ്ലേസ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക. നമുക്ക് എപ്പോഴാണോ ആ കാര്യം ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ പോയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റണം. അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മുടെ ആ ചുറ്റുപാടുകൾ നമ്മൾ വൃത്തിയാക്കി വെക്കുക.
ഒപ്റ്റിമൈസായിട്ട് ചുറ്റുപാട് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെത്ര മടി പിടിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് ആ ജോലി ചെയ്യാൻ തോന്നണം. അതിനു മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്ത് അതൊക്കെ തീർത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് കടക്കാനെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ മടി ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഒപ്റ്റിമൈസ് യുവർ എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുന്ന പ്ലേസ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഷിഫ്റ്റ് യുവർ ഐഡൻറ്റിറ്റി. നമ്മൾ മടി പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാകും. ഞാനൊരു മടിച്ചി ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത്, എനിക്ക് ഈ കാര്യം ചെയ്യാൻ മടിയാണ്, അങ്ങനെ ഒരുപാട് ഐഡൻറ്റിറ്റി നമ്മൾ മടി വെച്ചിട്ട് നമ്മളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകും. ഇത് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം. ഞാൻ അടിപൊളിയായിട്ട് എൻ്റെ ഈ ടാസ്ക് ഇത്ര സമയം കൊണ്ട് തീർക്കും, അല്ലെങ്കിൽ ഈ ദിവസം ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഞാൻ അടിപൊളിയാണ്, ഞാൻ പെട്ടെന്ന് എനിക്ക് ഇത് തീർക്കാനുള്ള കഴിവുണ്ട്, അങ്ങനെ ഒരു അഫർമേഷൻ പോലെ നമ്മളോട് തന്നെ പറയുക. നമ്മളെ ഐഡൻറ്റിറ്റി നമ്മൾ മാറ്റുക. നമ്മൾ മടി വെച്ചിട്ട് നമുക്കൊരു ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയെടുക്കുക. നമ്മൾ ബെസ്റ്റാണ്, നമ്മൾ അടിപൊളിയാണെന്ന് നമ്മളൊരു അഫർമേഷൻ പോലെ നമ്മളോട് തന്നെ പറയുക. എല്ലാത്തിനും എനിക്ക് മടി കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത്, എനിക്കത് ചെയ്യാൻ മടിയാണ്, അങ്ങനെ നമ്മളൊരു മടിയുടെ ഐഡൻറ്റിറ്റി നമുക്ക് ഉണ്ടാക്കാതിരിക്കുക. നമ്മുടെ ഐഡൻറ്റിറ്റി മാറ്റിയിട്ട് നമുക്കൊരു ബെസ്റ്റായിട്ടുള്ള ഐഡൻറ്റിറ്റി നമ്മൾ കൊടുക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ്. നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ആകാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിട്ട് പോലും മടി നിങ്ങളെ വിഴുങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ ലൈഫിലേക്ക് പകർത്തുകയും കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബെസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ മുന്നേറാൻ കഴിയും. ഒരു കുഞ്ഞു സ്റ്റെപ്പ് ഒരു ദിവസം എടുക്കുമ്പോഴാണ് പിന്നെ അതുപോലെ അടുത്ത ദിവസം എടുത്തെടുത്ത് അത് ഒന്നിച്ച് കൂട്ടി വെക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് ബെസ്റ്റ് ആകുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ലൈഫ് ബെസ്റ്റ് ആകുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയുക. നമ്മുടെ എഫേർട്ടും നമ്മളെ എനർജിയും ഒന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ലൈഫ് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ളൊരു സക്സസ്സിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി താങ്ക് യു ഫോർ വാച്ചിങ്.